ഇങ്ങനെ ആളുകളെ മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നു. സംരക്ഷണം ഉണ്ടെങ്കിൽ പിന്നെ അതിക്രമങ്ങൾ കാണിക്കാൻ പോലീസുകാർ മടിക്കില്ലല്ലോ. അതാണ് ഈ അക്രമങ്ങൾ പെരുകാനുള്ള കാരണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിലെ എല്ലാ പോലീസുകാരും ഇങ്ങനെ ചെയ്യുന്നവരാണെന്നുള്ള വിശ്വാസമൊന്നും നമുക്കില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, പാർട്ടിയുടെ ദാസ്യവൃത്തി ചെയ്യുന്ന കുറെ ആളുകൾ, ക്രിമിനൽ മനോഭാവമുള്ള കുറെ ആളുകൾ, അവരാണ് ഈ പാവപ്പെട്ട സുജിത്തിനെ പോലുള്ള പാവങ്ങളെ മർദ്ദിച്ച് അവശരാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. കേരളം ഉണർന്ന് ചിന്തിക്കണം. കേരളത്തെ ജനങ്ങൾ ഉണരണം. പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെ പാർട്ടിയും മാത്രമല്ല ജനങ്ങൾ ഉണരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്ന തോമസ് ഐസക് ഇന്നലെ പറഞ്ഞു, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ അതിക്രമങ്ങൾ നടന്നു. എവിടെയാണ്? ഞാൻ 2.5 വർഷമാണ് ആഭ്യന്തരമന്ത്രിയായിരുന്നത്. എവിടെയാണ് അതിക്രമങ്ങൾ ഉണ്ടായത്? പോലീസിന്റെ അതിക്രമങ്ങൾ എവിടെ ഉണ്ടായി? പറയട്ടെ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്ര 8-9 ലോക്കപ്പ് കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ടായി. 100 കണക്കിന് പാവപ്പെട്ട ജനങ്ങളെ പോലീസ് മർദ്ദിക്കുന്നു. പലയിടത്തും പോലീസിന് നീതി കിട്ടുന്നില്ല. പല പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പറഞ്ഞൂടെ? എന്തിനാണ്? മാർക്സിസ്റ്റുകാരനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു ജഡ്ജിയാണ് അവിടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാനായിരിക്കുന്നത്. ഇവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് പാർട്ടിക്ക് വേണ്ടി ദാസ്യവേല ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരെ നിയോഗിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ നീതി ഉണ്ടാകും?